കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് CPI നിലമ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലമ്പൂർ TB പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ ടൗണിൽ സമാപിച്ചു. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ സംഗമം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ ആനുകൂല്യമായ 1000 രൂപ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകി അധികാരത്തിൽ വന്ന UDF സർക്കാരാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കുന്നതെന്ന് PM ബഷീർ പറഞ്ഞു. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഇടതുപക്ഷനാഥികളുടെ ഗവൺമെന്റ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുക മാത്രമല്ല, 2025 ഫെബ്രുവരി മാസം മുതൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് അപേക്ഷിച്ച 32 ലക്ഷം വരുന്ന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. അങ്ങനെ നേരിടുമ്പോൾ ഈ LDFന്റെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഈ പദ്ധതി വിപുലമായി നടത്താൻ ഞങ്ങൾ തയ്യാറാകുമെന്നാണ്. 2026 കഴിഞ്ഞ 4 മാസം മുതൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ 32 ലക്ഷം വരുന്ന ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള വരുമാനം കുറഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നതെങ്കിൽ വരുമാനം നോക്കാതെ ഒരു ജോലിയുമില്ലാത്ത മുഴുവൻ സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇലക്ഷൻ നേരിട്ടത്. ആ സമയത്ത് UDF നേതാക്കൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഈ ഗവൺമെന്റ് കൊടുക്കുന്ന പെൻഷൻ കുറവാണ്. ഒന്ന്, 2000 രൂപ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങൾക്കും, 2000 രൂപ വിധവകൾക്കും, 2000 രൂപ ഭിന്നശേഷിക്കാർക്കും കൊടുക്കുമ്പോൾ കേവലം തുച്ഛമായിട്ടുള്ള 1000 രൂപയാണ് LDF കൊടുക്കുന്നത്. അതുകൊണ്ടോ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ 1000 എന്നുള്ളത് അത് വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും, അത് 30 വയസ്സ് മുതൽ മുഴുവൻ സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. CPI നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം മനോജ് കരുളായി, UK ബിന്ദു, EK ഷൗക്കത്ത് അലി എന്നിവർ സംസാരിച്ചു. T ഹരിദാസൻ, ഗിരീഷ് കുമാർ, നാജിയ ഷനവാസ്, രാജഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. A+ വിഷൻ നിലമ്പൂർ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസിന്റെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിങ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യും. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം.